പിണറായി വന്നാൽ മതി. ഇപ്പോൾ പെൻഷനാണെങ്കിൽ കൂട്ടി നല്ല നല്ല പെൻഷനാണ്. അത് പിണറായി വന്നാലും എനിക്കിഷ്ടം. കോൺഗ്രസ് വേണ്ട, പിണറായി മതി. ഇപ്പം ഞാൻ തമ്പുരാനെ നിലനിർത്തി പറയാനും മന്ത്രിയാക്കുകയാണെങ്കിൽ VD സതീശനെ ശരിക്കും നിങ്ങൾ മന്ത്രിയായിട്ട് കയറ്റി വെച്ചാൽ നോക്കാം. അതിനൊരു വഴി തമ്പുരാൻ വേറെ വരും. പിണറായിനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് ഇയാളോട് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. ഇടതുപക്ഷത്തിന്റെ പോക്ക് ശരിയല്ല, കളവാണ്, വഞ്ചനയാണ്, ചതിവാണ് മോദി. അയാള് നല്ലതായോണ്ട് മോദി എവിടെ ഭരിക്കണേന്നറിയോ? എവിടെയാണ് പിണറായി വിജയന്റെ പോക്ക് അത്ര ശരിയല്ല. അവർക്കിടെ MLA ആണെങ്കിൽ പരമദ്രോഹികളാണ്. ആ VD സതീശനെ കയറ്റിയിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം. വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ തുടർന്ന് വരില്ല, പക്ഷെ അവർ വന്നല്ലോ. ദൈവത്തെ ആലോചിച്ച് പിണറായി മാത്രം വരല്ലേ. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP എല്ലാവരും സഹായം ചെയ്യണില്ലേ? ദൈവം വിചാരിക്കണം ആര് നന്നാണെന്ന്, ഞറക്കിട്ടെടുക്കാൻ പറയണം. അല്ലാണ്ട് വിഷയത്തിലല്ല ഇനി വോട്ട് ചെയ്യേണ്ടത്. അടുത്ത മുഖ്യമന്ത്രി VD സതീശൻ. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. സുരേഷ് ഗോപി കാരണം ചോദിച്ചാൽ ഒരു മാറ്റം വേണ്ട എല്ലാവർക്കും. ഒരു വനിതാ മുഖ്യമന്ത്രിനെ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് LDF തന്നെയാണ് ഇഷ്ടം. പുള്ളിയുടെ നല്ല ഭരണമായതുകൊണ്ട്. K. സുരേന്ദ്രൻ നല്ലൊരാളായിട്ട് തോന്നുന്നുണ്ട്. ഉമ്മൻചാണ്ടിനെ പോലെ ഒരു നേതാവിനെയാണ്. അത് ഇനി കഴിഞ്ഞു പോയില്ലേ ഇവിടെ വന്നു. എനിക്കറിയില്ല. സാറിന്റെ മകനും കുഴപ്പമില്ല, സാറിനെ പോലെയൊക്കെ വരും. ഒരു വനിതാ മുഖ്യമന്ത്രിനെ ആഗ്രഹിക്കുന്നുണ്ടോ? അത് അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ശൈല ടീച്ചർ തന്നെ. VD സതീശൻ വരണമെന്നാണ് താല്പര്യം. പിണറായി വേണ്ട, പിണറായി വേണ്ട. ഞങ്ങള് പാവങ്ങൾക്ക് ഇപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ്. വീടില്ലാതെ 10 വർഷം ജനിച്ചപ്പോൾ തുടങ്ങി വീടില്ല, ഇപ്പോഴും വീടില്ല. VD സതീശൻ വരണം. നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. മുഖ്യമന്ത്രി ആയിരുന്നാൽ നല്ല അടിപൊളി ഭരണം കാഴ്ചവെക്കുകയാണ്. പിണറായി വിജയൻ തന്നെ വന്നാലും കുഴപ്പമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കറക്റ്റായിട്ടുള്ള അഭിപ്രായം കോൺഗ്രസും BJPയും കൂടി ജോയിൻ ചെയ്ത് ഈ പ്രാവശ്യം ഭരിക്കുന്നതാണ്. ശശി തരൂരിനൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അദ്ദേഹം ഒന്നും വരാൻ സാധ്യതയില്ല. പാർട്ടിക്കുള്ള കാര്യങ്ങൾ അറിയാലോ, അതുകൊണ്ട് വരാൻ സാധ്യതയില്ല. ഒരിക്കലും ഇനി LDF അധികാരത്തിൽ വരും. അവസാനത്തെ മന്ത്രിസഭയായിരിക്കും CPM-ൻ്റെ. കേരളത്തിൽ കാണാത്ത തന്നെ ഉള്ള ഒരു വികസനമാണ് അദ്ദേഹം ചെയ്തത്. ഇനി ആ വികസനം തുടർന്ന് പോകാനായിട്ട് വീണ്ടും സഖാവ് പിണറായി വിജയൻ തന്നെ വരണം എന്ന് തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി ജനത്തിലേ വരുള്ളൂ, അത് ഉറപ്പാണ്. അയാൾ ഇത്തിരി പക്വതയുള്ള മനുഷ്യനാണ്. അല്ല VD സതീശന്റെ പോലെ അങ്ങാടി ഇങ്ങോട്ടും മറിയുന്ന ഒരാളല്ല. പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം പറഞ്ഞത്. പാർട്ടിയല്ല നമുക്ക് വേണ്ട, സമാധാനം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ ചോദ്യത്തിന് ജനങ്ങൾ നൽകുന്ന മറുപടി നടന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ. പിണറായി വന്നാൽ മതി. പിണറായി വന്നാൽ മതി. കാരണം എന്താ എന്നുവെച്ചാൽ എല്ലാത്തിനും സഹായമുണ്ട്. ഇപ്പോൾ പെൻഷനാണെങ്കിൽ കൂട്ടി നല്ല നല്ല പെൻഷനാണ്. അത് പിണറായി വന്നാലും എനിക്കിഷ്ടം. കോൺഗ്രസ് വേണ്ട, പിണറായി മതി. കോൺഗ്രസ് വേണ്ടെന്ന് പറയാൻ കാരണം എന്താ? അതങ്ങനെയാണ്. അവരോട് എന്ത് പറഞ്ഞാലും അവരെന്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അവരൊന്നും അവരെ സഹായിക്കില്ല. പിണറായിക്ക് അതല്ല സ്നേഹമാണ്. നമ്മൾ ഒരാൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നമ്മൾ സഹായിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളെ സുഖമില്ലാത്തതിന് വീടൊക്കെ ചെറുതാണ് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന നല്ലതാ. തുടർഭരണം കിട്ടുമോ? കിട്ടും. ഒരു പ്രാർത്ഥിക്കാൻ പുണ്യാളോട് അന്തസ്സുള്ളവരോട് പിണറായി ജയിച്ചാൽ മതി. VD സതീശൻ വന്നാൽ മതി. VD സതീശൻ ആകുമ്പോൾ എല്ലാം തുറന്നു പറയണ ഒരു വ്യക്തിയാണ് പുള്ളി. അപ്പോൾ എനിക്ക് ആ പുള്ളിയോട് നല്ലൊരു കടപ്പാടുമുണ്ട്, വിലയും നിലയുമുണ്ട്. ആ പുള്ളി എന്ത് കാര്യം ഉണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഞാൻ തമ്പുരാനെ നിലനിർത്തി പറയാനും മന്ത്രിയാക്കുകയാണെങ്കിൽ VD സതീശനെ ശരിക്കും നിങ്ങൾ മന്ത്രിയായിട്ട് കയറ്റി വെച്ചാൽ നോക്കാം. അതിനൊരു വഴി തമ്പുരാൻ വേറെ വരും. ഞാൻ അതിനു വേണ്ടി ഞാൻ മോളോട് മാപ്പ് ചോദിക്കണം, അപേക്ഷിക്കണം. എനിക്ക് ഞാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അയാൾ. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എന്നോട് കളമശ്ശേരി പറഞ്ഞോളൂ, നിൻ്റെ ഉള്ളു കൊള്ളയടാ, അതാണ് നീ വെട്ടി തുറന്ന് പറഞ്ഞത്. നമുക്കിവിടെ ചക്കരിക്ക് അകവും പുറമൊന്നുമില്ല പുള്ളിക്ക്. കണ്ട കാര്യങ്ങൾ അപ്പോഴത് പറയും. ആ കാര്യത്തിൽ ഞാൻ പുള്ളിക്കാരനെ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്യാമറമാൻ നിങ്ങൾക്ക് ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജയിപ്പിച്ച് മന്ത്രി കസേരയിരിക്കുക. മോള് പറയണം, ഞാൻ അനുസരിക്കാം. നമ്മുടെ പിണറായിനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് ഇയാളോട് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. ഉള്ള കാര്യം തുറന്നങ്ങോട്ട് പറയാം. ഞാൻ മജിസ്ട്രേറ്റ് കോടതിയല്ല, സുപ്രീം കോടതിക്ക് അറിയാനും ശരിയാണ്. ഇത്തരത്തിൻ്റെ കാര്യം കാണിക്കുന്ന അഴിമതി ഇതാണ് മക്കളെ. എന്തെല്ലാം നാശനഷ്ടങ്ങൾ, എവിടെല്ലാം കത്തിക്കുത്തി, എവിടെല്ലാം പെൺപിള്ളേരെ ബലാത്സംഗം ചെയ്യണം, എവിടെല്ലാം തട്ടിക്കൊണ്ട് പോകുന്നു. ഈ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ ആ മന്ത്രി കസേരയിലിരുന്ന് പേരെടുക്കേണ്ടതാണ് ആ മനുഷ്യൻ. ശരിയാണോ? ജനങ്ങളെ അയാൾ വെറുക്കപ്പെടുന്ന രീതി കൂടിയാണ് അയാൾക്കുടെ പെരുമാറ്റം. അന്ന് തന്നെ കണ്ടില്ല വീണ ജോർജ്
ഇല്ലേ? അത് ചോദിക്കാനോ പറയാനോ ആളുണ്ടോ? ആ കത്രിക എത്ര മാസം വരെ ആ സ്ത്രീ ആ വയറ്റിൽ വെച്ചുകൊണ്ട് തെക്കോട്ടും മടക്കോട്ടും നടന്നു. ആ വേദന തിന്നതാരാ? മോളാണോ ഞാനാണോ? നമ്മളാരുമല്ലല്ല, അവർ തന്നെയല്ലേ. അപ്പം അതൊന്ന് ചോദിക്കാനോ പറയാനോ നമ്മുടെ കേരളത്തിൽ ആരും ഇല്ല. പിണറായിക്ക് തുടർ ഭരണം കിട്ടുമോ? അതൊരിക്കലും ഉണ്ടാവരുമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മങ്ങളിൽ ഇത്ര 3 പേരും ക്യാമറമാൻ്റെ മുമ്പിൽ വെച്ച് പറയുകയാണ്, നമ്മങ്ങളിൽ 3 പേരും കാണാണ്ട് പോകട്ടെ. ഈ അമ്മത്തും കയറരുത്, മറിയമ്മത്തും കയറരുത്. ആ VD സതീശനെ ഏറ്റിരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം. ഈ ദേശാഭിമാനി ഡിവിഷനിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അയാളെയാണ് ഇഷ്ടം. സതീശൻ വരണം. പിണറായി ദൈവത്തെ ആലോചിച്ച് പിണറായി മാത്രം വരല്ലേ, അതേ ഉള്ളൂ ഞങ്ങൾ. കാരണം എന്താ? കാരണം അവരുടെ അനീതി അതാ. എല്ലാ കാര്യത്തിനും തെറ്റാൽ തന്നെ നടപടി എടുക്കുന്നത്. ആർക്കെങ്കിലും വല്ല ഉപകാരമുണ്ടോ? അവരുടെ കക്ഷിക്കാർക്ക് മാത്രമുള്ള ഉപകാരം, വേറെ ആർക്കും ഇല്ല. ഉണ്ടോ? ഒന്നുമില്ല. പിണറായി വരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വരരുത്. വേറെ ആര് വന്നാലും ശരി, പിണറായി മാത്രം വരാൻ പാടില്ല. കാരണം അയാൾ മാത്രമേ ഉള്ളൂ സർവാധികാരി. ബാക്കിയെല്ലാം അയാൾ പറയണത് കേൾക്കുള്ളല്ലോ. ക്യാപ്റ്റൻ അല്ലേ, ക്യാപ്റ്റൻ പാടില്ല എണ്ണം. പിന്നെ റെസ്റ്റ് എടുക്കാം. കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ആഴ്ചയ്ക്ക് വരണം? 3ാമതൊക്കെ വന്നാൽ കേരളം ഇല്ലാണ്ട് പോകും. കേരളം മുടിഞ്ഞു. 3ാമതാഴ്ച വന്ന കേരളം മുടിഞ്ഞു, അത് ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. അടുത്ത മുഖ്യമന്ത്രി VD സതീശൻ. കാരണം എന്താ പറഞ്ഞാൽ അവർ ഭരിക്കുന്നതുകൊണ്ട്. പ്രതിപക്ഷമല്ലേ? ആര്? VD സതീശൻ. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അത് കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട ആളുമാണ്. അപ്പൊ അയാൾ തന്നെ വരണം. അല്ലെങ്കിൽ സുധാകരൻ വരണം. ഏത്? കണ്ണൂര് സുധാകരൻ. അയാൾ വന്നാലേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. VD സതീശൻ 10 വർഷത്തെ ഈ നാറിയ ഭരണം മാറ്റുന്നതിന് വേണ്ടി, അവസാനിപ്പിക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വരണം. ഈ അഴിമതിയും കൊള്ളയും സ്വർണ്ണക്കൊള്ളയെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി VD സതീശൻ UDFിൻ്റെ നേതൃത്വത്തിലൊരു ഭരണം അധികാരത്തിൽ വരണം. അത് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സംഭവിക്കത്തുള്ളൂ. കാരണം കേരളക്കാർ പ്രബുദ്ധതയുള്ളവരല്ലേ, അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഒരിക്കലും ഇനി LDF അധികാരത്തിൽ വരില്ല. ഇത് അവസാനത്തെ മന്ത്രിസഭയായിരിക്കും CPMൻ്റെ. LDF മാതിരിയല്ലല്ലോ, UDFിനകത്ത് ഒരുപറ്റം നേതാക്കന്മാരില്ലേ. രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, ശശി തരൂരുണ്ട്, സണ്ണി ജോസഫുണ്ട്. അങ്ങനെ ഒരുപിടി നേതാക്കന്മാരുണ്ട്. UDFിൽ ഒരുപിടി നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം അർഹതയുള്ളവർ. അവരിൽ ആരെങ്കിലും ഒരാൾ വരും. അതിൽ മെജോറിറ്റി VD സതീശൻ തന്നെ ആയിരിക്കും. ഒരു വനിതാ മുഖ്യമന്ത്രിനെ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ അങ്ങനെയും വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഇഷ്ടം പോലെ വനിതാ നേതാക്കന്മാരുണ്ടല്ലോ. ബിന്ദു കൃഷ്ണനുണ്ട്, ഷാനിമോൾ ഉസ്മാനുണ്ട്, പിന്നെ എറണാകുളത്തെ മേയറുടെ ദീപ്തി മേരി വർഗീസ് ഉണ്ട്. അങ്ങനെ ഒരുപറ്റം വനിതാ നേതാക്കന്മാരുണ്ട്. അവരിൽ ആരെങ്കിലും പാർട്ടി പരിഗണിക്കും. തീർച്ചയായിട്ടും UDFിൻ്റെ വരും കാലത്ത് ഒരു വനിതാ മുഖ്യമന്ത്രി പ്രതീക്ഷിക്കാം. UDF എന്താ സംശയം? UDF ആണ് ഇവിടെ ഭരിക്കുള്ളൂ. കാരണം ഒരു 80 സീറ്റ് കിട്ടും, അല്ലാണ്ട് 110 സീറ്റൊന്നും കിട്ടില്ല. ഒരു 80 സീറ്റ് എഴുതി വെച്ചോ, 80 സീറ്റ് കിട്ടും. ഞാൻ ഒരു BJP കാരനാണ്. എന്നാലും ഇടതുപക്ഷത്തിൻ്റെ പോക്ക് ശരിയല്ല, കളവാണ്, വഞ്ചനയാണ്, ചതിവാണ്. ശബരിമല കേസൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ വല്ലതും ഉണ്ടാകുന്ന തന്നെ സംശയവും. ഇപ്പം നോക്കുമ്പോൾ അത് തുടങ്ങി അയ്യപ്പ സംഗമം, അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് വെച്ചിട്ടില്ല. ഇതെല്ലാം അഴിമതിയുടെ കുത്തരങ്ങാണ്. പിണറായി വിജയൻ്റെ പോക്ക് അത്ര ശരിയല്ല. അവർക്കിടെ MLA ആണെങ്കിൽ പരമദ്രോഹികളാണ്. അതാണ് എനിക്കത്രേ പറയാനുള്ളൂ, അല്ലാണ്ട് വേറെ എന്ത് പറയാം. അടുത്ത മുഖ്യമന്ത്രി ചെന്നിത്തലേ വരുള്ളൂ. രമേശ് ചെന്നിത്തല വരുള്ളൂ. അത് ഉറപ്പാണ്. അയാൾ ഇത്തിരി പക്വതയുള്ള മനുഷ്യനാണ്. കാരണം എന്താ? കാരണം അയാളുടെ ഒരു നല്ലൊരു പ്രവർത്തനം, നല്ലൊരു പക്വതയുള്ള മനുഷ്യനാണ്. അതാണ് അയാളുടെ സംസാരവും നല്ല രീതിയിൽ സംസാരവും. അല്ല VD സതീശൻ്റെ പോലെ അങ്ങാടി ഇങ്ങോട്ടും മറിയുന്ന ഒരാളല്ല. ഒരു നിലപാടുണ്ട് അയാൾക്ക്. ചെന്നിത്തലക്കൊരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ച് ചെന്നിത്തല പോണത്. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്ന് ആഗ്രഹം? പിണറായി വിജയൻ. എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഇതിലും നല്ലൊരു മുഖ്യമന്ത്രി വരണം എന്നുള്ളതാണ്. മടുത്തു. കാരണം എന്താ? കാരണം എന്താ, പുള്ളിയുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി തന്നെ. അവരുടെ ആൾക്കാർ തന്നെ മടുത്തുപോയി. നമ്മളല്ല, അവരുടെ ആൾക്കാർ തന്നെ മടുത്തുപോയി. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആരെയാ ചേട്ടൻ എക്സ്പെക്ട്? ആര് വന്നാലും കുഴപ്പമില്ല. ഇതിലും കോൺഗ്രസ് ആര് വന്നാലും നല്ല ഭരണം. അതൊന്നും വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ആരെ നന്നായി ഭരിക്കുന്ന വെച്ചാൽ അവർ വരട്ടെ. പേര് പറയണം എന്നാളുടെ. എനിക്കങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. ആരെ നന്നായി ഭരിക്കുന്ന വെച്ചാൽ അവർ വരട്ടെ. തുടർ ഭരണം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല തുടർ ഭരണം കിട്ടുന്നുള്ളൂ. കാരണം ഒരു ലെവലല്ല മൊത്തത്തിൽ പോക്ക്. അതുപോലെ തോന്നുന്നു. അറിയില്ല, ഇനിയിപ്പോൾ ജനങ്ങളുടെ കാര്യം അറിയില്ലല്ലോ. വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ പറഞ്ഞു തുടർ ഭരണം വരില്ല അവർ. പക്ഷെ അവർ വന്നല്ലോ. അപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. വരുന്ന പോലെ വരട്ടെ, നല്ലത് ചെയ്യട്ടെ. ആരായാലും നമ്മുടെ ഉള്ള ആൾ തന്നെ ആയിക്കോട്ടെ. കാരണം എന്താ? കുഴപ്പമില്ല. പിണറായി അല്ലാണ്ട് ഒരാളെ ആരെയായിരിക്കും
ആരായിരിക്കും സജസ്റ്റ് ചെയ്യാ? അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനെ നിലവിലങ്ങനെ പോട്ടെ. ഒരു വനിതാ മുഖ്യമന്ത്രിനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒന്നും ആഗ്രഹം വേണ്ടല്ലോ. ഏറ്റവും നന്നായിട്ട് ഭരിക്കുന്ന ഒരാൾ വരണം എന്നുള്ളതാണ് ആഗ്രഹം. പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരായിരിക്കും അത്? ഇപ്പം അങ്ങനെ പറയാനൊക്കത്തില്ലല്ലോ, നമ്മൾ ഏകപക്ഷീയമായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇലക്ഷൻ വരട്ടെ, നമുക്ക് കാണാം. കാരണം എന്താ? കാരണം പുള്ളിയുടെ നല്ല ഭരണമായതുകൊണ്ട്. നല്ല ഭരണമാണ്. അതെ അതെ, നമുക്ക് LDF തന്നെയാണ് ഇഷ്ടം. എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പിണറായിനോടാണ് ഇഷ്ടം. പിണറായി നല്ലതാ. ആര് മന്ത്രിയായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP എല്ലാവരും സഹായം ചെയ്യണില്ലേ? ദൈവം വിചാരിക്കണം ആര് നന്നാണെന്ന്, ഞറക്കിട്ടെടുക്കാൻ പറയണം. അല്ലാണ്ട് വിഷയത്തിലല്ല ഇനി വോട്ട് ചെയ്യേണ്ടത് ഞറക്കിട്ടെടുക്കണം. അപ്പം ദൈവം തീരുമാനിക്കും. നല്ല വിത്ത് നല്ല ബലം. ആദ്യം നിർത്തുന്ന മന്ത്രിമാരെ അല്ല കുറ്റം പറയണം, മന്ത്രിമാരെല്ലാവരും നല്ലവരാ. മന്ത്രിമാരെ കൊണ്ട് കുശുമ്പി ചെയ്യിപ്പിക്കാൻ ആൾക്കാരുണ്ട്, ആ പാർട്ടിക്ക് കൊടുക്കും. കോൺഗ്രസ് ജയിച്ചാൽ കമ്മ്യൂണിസ്റ്റിനെ സഹായിക്കണം, BJPനെ സഹായിക്കണം. BJP ജയിച്ചാൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം പറഞ്ഞത്. പാർട്ടിയല്ല നമുക്ക് വേണ്ടത്, സമാധാനം. ഇപ്പോഴുള്ള പിള്ളേർ കള്ളും കഞ്ചാവും മയക്കമരുന്ന് ഭീകരപ്രവർത്തനം, അതാണ് നിർത്തേണ്ടത്. അല്ലാണ്ട് പാർട്ടീനെ പറഞ്ഞ് കുറ്റം പറയണ്ട. പാർട്ടി എല്ലാവരും നല്ലവരെ. ഇപ്പോൾ 10 സെൻറ്റ് ഉണ്ടാക്കിയത് ആരാണ്? കമ്മ്യൂണിസ്റ്റ്. കോൺഗ്രസ്സുകാരെന്താ ചെയ്ത്? എല്ലാവർക്കും വഴിയോര കച്ചവടക്കാർക്ക് അവരാണ് സഹായം ചെയ്യണത്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ നല്ലവർ തന്നെയാണ്. BJP എല്ലാവരും, ആരും കുറ്റം പറയണ്ട. പക്ഷേ മയക്കമരുന്ന് കള്ളും കഞ്ചാവും മുട്ടയെന്ന് വിരിയുമ്പോൾ തുടങ്ങി പ്രേമം, അതാണ് നിർത്തേണ്ടത്. എന്നിട്ട് മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മാതാപിതാക്കളെ വേണ്ട. മാതാപിതാക്കൾ ഇന്നലെ കണ്ടൊരു ചെറുക്കൻ ഇന്നലെ കൊണ്ട് പെണ്ണിനെ കാണുമ്പോൾ അങ്ങോട്ട് പോവുക, അത് ശരിയല്ലത്. ഓരോരുത്തരും മതം മാറ്റാൻ പാടില്ല. അവരവരുടെ വിശ്വാസം അവരവരുടെ കയ്യിൽ. മതം മാറ്റി പിച്ചാത്തി കാണിച്ചും കടാരി കാണിച്ചും അങ്ങനെയല്ല. മതം ഏതായാലും മനുഷ്യൻ നന്നായിരിക്കണം, മനസ്സിലായോ? നമുക്ക് മതത്തിലും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും വന്നാലേ ചുഴലിക്കാറ്റും വന്നാൽ മതം എവിടെ, പാർട്ടി എവിടെ, ആരാണ്? ദൈവം ഉണ്ടാവും. അപ്പം അതല്ല നമുക്ക് വേണ്ടത്. കള്ളും കഞ്ചാവും മയക്കമരുന്നും ഭീകരപ്രവർത്തനം അടുത്ത തലമുറ ഉണ്ടാവില്ല. ഈ കള്ളും കഞ്ചാവും ഇങ്ങനെ മൂത്തരും അമ്മേനെ വെട്ടിക്കൊല്ലല്, അപ്പനെ വെട്ടിക്കൊല്ലല്, സ്വന്തം ഭാര്യേനെ കൊന്നച്ചും വേറെ കാമുകിയുടെ പുറകെ, അതൊക്കെയാണ് നിർത്തേണ്ടത്. അതിന് പാർട്ടീനെ ആരും കുറ്റം പറയും. എല്ലാ പാർട്ടിയും നല്ലത്, എല്ലാ പാർട്ടിയും നല്ലത്. ഒന്നുമില്ല, ആര് വന്നാലും നന്നായിട്ട് കേരളം നന്നായിട്ട് ഭരണം മുന്നോട്ട് പോകണം, അതേ ഉള്ളൂ. ഇപ്പം ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല, ജനങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കണം, അത്രേ ഉള്ളൂ. ഒരു തുടർ ഭരണം കിട്ടുമോ അതോ കോൺഗ്രസ്? എനിക്ക് തോന്നുന്നില്ല, ഈ കണക്കിന് പോയാൽ തുടർ ഭരണം കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കോൺഗ്രസിൽ നിന്നൊരു സ്ട്രോങ് നേതാവായിട്ട് ചേച്ചിക്ക് ആരെ തോന്നിയേക്കണേ? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പൊതുവേ ഞാൻ വോട്ട് ചെയ്യാത്ത ആളാണ്, അപ്പം എനിക്ക് പറയാൻ ഒരു റൈറ്റും ഇല്ല. താങ്ക് യു. ഒരു പാർട്ടിയിലും വിശ്വാസമില്ല. കാരണം എന്താ? കാരണമൊന്നുമില്ല, ഇത് തന്നെ. ഇപ്പൊ നമ്മുടെ നാളെ അറിയാമല്ലോ എങ്ങനെയാണെന്ന്, അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മേ ബി തുടർ ഭരണം തന്നെ ആയിരിക്കും. സുരേഷ് ഗോപി. കാരണം ചോദിച്ചാൽ ഒരു മാറ്റം വേണ്ട എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർ 10 കൊല്ലമായിട്ട് ഭരിക്കുന്നുണ്ട്. പിന്നെ VD സതീശൻ നല്ല ഓപ്ഷൻ. സുരേഷ് ഗോപി ഞാൻ വെറുതെ പറഞ്ഞ VD സതീശൻ, UDF VD സതീശൻ വന്നതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. സുരേഷ് ഗോപി ഒരു ബെറ്റർ ഓപ്ഷൻ അല്ലേ? ഓപ്ഷനാണ്. പക്ഷേ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾ ഓൾറെഡി സുരേഷ് ഗോപിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുരേഷ് ഗോപിനെ ഓൾറെഡി സുരേഷ് ഗോപി വരട്ടെ എന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തി എന്ന നിലയിൽ മാറ്റിയിട്ട് നമ്മുടെ രാഷ്ട്രീയം വെച്ച് നമ്മൾ അളക്കാൻ തുടങ്ങും. സോ അതിനേക്കാളും നല്ല എപ്പോഴും ഞാൻ VD സതീശൻ എന്ന് പറയുന്നത്. അല്ല, സുരേഷ് ഗോപി എന്ന വ്യക്തി നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ അല്ലേ നമുക്കൊരു എതിർപ്പുള്ളത്? ആണെങ്കിൽ തന്നെ മതേതര കേരളമല്ലേ. സോ മതേതര കേരളത്തിൽ ഈ മതേതരമായിട്ട് കുറച്ച് ആൾക്കാർ വന്നാൽ എല്ലാവർക്കും തൃപ്തിയാവുള്ളൂ. സോ VD സതീശൻ വരട്ടെ. BJP തന്നെ ആരെങ്കിലും വരണമെന്ന് തന്നെ ആഗ്രഹം. കാരണം CPM-ഉം കോൺഗ്രസും രണ്ടുപേരുടെയും ഭരണം നമ്മൾ കണ്ടതാണ്. പുതിയ ആൾക്കാർ വരട്ടെ, അവരുടെയും ഭരണം നമുക്ക് കാണണമല്ലോ, നല്ല വിലയിരുത്താൻ പറ്റും. K. സുരേന്ദ്രൻ നല്ലൊരാളായിട്ട് തോന്നുന്നുണ്ട്. നോക്കാം, ആരാ തന്നെ നോക്കാം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇല്ല പറയാൻ. ജനങ്ങളെ നന്നായിട്ട് അറിഞ്ഞ് അതുപോലെ ഭരിക്കുന്ന ആൾക്കാരായിരിക്കണം വന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പെരുമാറുന്ന ആരായാലും ശരി, നമ്മളവരുടെ സപ്പോർട്ടാണ്. മോദി അയാള് നല്ലതായോണ്ട്. മോദി എവിടെ ഭരിക്കണേന്നറിയോ? എവിടെയാ? എവിടെ ഭരിക്കണേ? ഇവിടെ അല്ലേ? നമ്മുടെ ഇവിടെ ഭരിക്കണവരെയാണ്. ഞാൻ ചോദിച്ചത് കേരളത്തില് മുഖ്യമന്ത്രി ആയിട്ട് അടുത്തത് ആര് വരണം എന്നാണ് ആഗ്രഹം. ആര് വന്നാലും എന്താണ്, നമ്മള് അധ്വാനിച്ച് ജീവിക്കണം. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് അതിനെ കുറിച്ച് വലിയ അഭിപ്രായം ഇല്ല. എന്നാലും പിണറായി വിജയൻ തന്നെ അടുത്ത് പറഞ്ഞുകൂടി പറഞ്ഞതാണ്. തുടർ ഭരണം കിട്ടുമോ?
കിട്ടാൻ സാധ്യതയുണ്ട്. പ്രവർത്തനം കാണാറില്ലേ, കിട്ടാൻ താല്പര്യമുണ്ട്. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം? ആര് വന്നാലും കണക്കാം. നമ്മൾ നയിച്ചാൽ നമ്മൾ പുരയെ കൊണ്ടുപോകാം. നമ്മൾ പണിയില്ലേ, നമ്മൾ പുരയെ പട്ടിണി. അങ്ങനെയാണോ? അതന്നെ. അപ്പം ആര് ഭരിച്ചിട്ടും കാര്യമല്ല. എന്നാൽ അടുത്ത തുടർഭരണമായിരിക്കോ? ആര് ഭരിച്ചാലും നമ്മൾ അന്ന് പണിക്ക് പോകുന്നോ നമ്മൾ പുരയെ കൊണ്ടുപോകാം. ഓലാരും നമ്മളെ വീട്ടിൽ കൊണ്ടുതരൂല. അതന്നെ, വേറൊന്നുമില്ല. നമുക്ക് ആരും രാഷ്ട്രീയമായിട്ട് നമുക്ക് ആരും ഇഷ്ടമൊന്നുമില്ല. ആര് വന്നാലും കണക്കാം. എന്നാലും മുഖ്യമന്ത്രിയായിട്ട് ആരെയും ആഗ്രഹിക്കുന്നില്ല. ആരെ ആഗ്രഹിക്കുന്നില്ല? പിണറായി വിജയൻ. പിണറായി വിജയൻ. കാരണം എന്താ? കുഴപ്പമില്ല, നല്ല മുഖ്യമന്ത്രിയാണ്. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല മോളെ. ഇപ്പോൾ ഇവർ 10 വർഷം ഭരിച്ചില്ലേ, അടുത്ത ഒരു ഭരണം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആര് വന്നാലും മനുഷ്യർക്ക് സുഖകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ എനിക്ക് രാഷ്ട്രീയം എനിക്ക് അറിയത്തില്ല. നല്ല ആൾക്കാർ രാഷ്ട്രീയത്തിലുണ്ടല്ലോ, അവർ ഏത് പാർട്ടിയായാലും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഉമ്മൻചാണ്ടിനെ പോലെ ഒരു നേതാവിനെയാണ്. അത് ഇനി കഴിഞ്ഞു പോയില്ലേ ഇവിടെ. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ചങ്ങനാശ്ശേരിക്കാരിയാണ്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസിൻ്റെ ആളാണ്. എൻ്റെ ചേച്ചിയുടെ മക്കളുടെ കല്യാണത്തിലൊക്കെ സാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളിങ്ങനെ അടുത്ത് നിന്ന് ഫോട്ടോ വരെ എടുത്തിട്ടുള്ള സാറാണ്. അപ്പോൾ സാറിനെ പോലെ ഒരു നേതാവിനെയൊക്കെ ഇനിയിപ്പം നമുക്ക് എനിക്കറിയില്ല. സാറിൻ്റെ മകനും കുഴപ്പമില്ല, സാറിനെ പോലെയൊക്കെ വരും. VD സതീശൻ വരണമെന്നാണ് താല്പര്യം. അത്യാവശ്യം പഠിപ്പ് വിദ്യാഭ്യാസം ഉള്ളതൊക്കെ ഉണ്ട്. പിന്നെ കോൺഗ്രസ്സാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു പിണറായി വിജയൻ പറഞ്ഞ പോലെ അല്ല. അല്ലാണ്ട് കൂടി ആലോചന ചെയ്യുള്ളൂ, കാര്യം ചെയ്യുള്ളൂ. എല്ലാവരും കൂടി ഒരു ഇടപെടുന്ന ഒരാളാണ്, മനുഷ്യനാണ് ഈ VD സതീശൻ. പിണറായി വിജയൻ പറഞ്ഞാൽ ധാർഷ്ട്യമാണ്, പേടിയാണ്. VD സതീശൻ വരണം. നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. മുഖ്യമന്ത്രി ആയിരുന്നാൽ നല്ല അടിപൊളി ഭരണം കാഴ്ചവെക്കുള്ളൂ, പൊളിക്കും. നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്. എല്ലാവരേറ്റും ഇടപഴകാൻ ഉമ്മൻചാണ്ടിൻ്റെ ഏകദേശം ആ ലെവലിൽ എത്തുന്ന ആളാണ്. കോൺഗ്രസ് അടിപൊളിയാണ്, കുഴപ്പമില്ല. അത്യാവശ്യം ആക്റ്റീവാണ് പുള്ളി. VD സതീശൻ. കോൺഗ്രസിൻ്റെ ആരും വരും. കോൺഗ്രസിന്റെ ആരായിരിക്കും? രമേശ് ചെന്നിത്തല ആയിരിക്കും. രമേശ് ചെന്നിത്തല ആയിരിക്കും. കാരണം മറ്റേ ആളായിരിക്കും VD സതീശൻ. കാരണം വരണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ല, അവരുടെ ഇപ്പോൾ നേതാക്കന്മാരിൽ അവരാണല്ലോ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹമാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതെ അതെ നല്ല രീതിയിലാണ്. അതെ അതെ. ശശി തരൂരിനൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും വരാൻ സാധ്യതയില്ല. പാർട്ടിക്കുള്ള കാര്യങ്ങൾ അറിയാലോ, അതുകൊണ്ട് വരാൻ സാധ്യതയില്ല. വരാൻ സാധ്യത പിണറായി വിജയൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർഭരണമായിരിക്കാൻ സാധ്യത. കാരണം UDFന്റെ ആ പെർഫോമൻസ് അവർ തമ്മിൽ ആ പാരവയ്ക്കലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും മിക്കവാറും ജയിക്കാൻ സാധ്യത കുറവാണ്. ഒരു വനിതാ മുഖ്യമന്ത്രിനെ ആഗ്രഹിക്കുന്നുണ്ടോ? അത് അങ്ങനെ വരികയാണ് സാധ്യത ഉണ്ടെങ്കിൽ ശൈല ടീച്ചർ തന്നെയായിരിക്കും. ടീച്ചർ ആവുകയാണെങ്കിൽ കുറേ കൂടി നല്ലത്, ആ പാർട്ടിക്ക് നല്ലതാണ്. ആരും ഏറ്റവും നല്ലൊരാൾ വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരാൾ. നല്ല കോൺഗ്രസിലും നല്ലവർ വരട്ടെ, CPIയിലും നല്ല വരട്ടെ, BJPയിലും ഉള്ള വരട്ടെ. അല്ല, എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. നല്ല ആളുകൾ നമ്മൾ ചെറുപ്പം ഒരു നല്ല ആളിന്റെ പേര് പറയുമോ? എനിക്കിപ്പോൾ മോദിനെ എനിക്ക് ഇഷ്ടമാണ്. മോദി. പിണറായി വിജയൻ നല്ലതാണോ? അച്ഛനും നല്ലതായിരുന്നു. മോദിനെ പോലെ നേതൃത്വ പാഠവുമുള്ള ഒരാളെയാണ് ചേട്ടൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പുള്ളി തന്നെയാണെന്നുള്ളത് നമുക്ക് പേപ്പറിലൊക്കെ ആക്കി പറഞ്ഞൂടെ? ആ ക്വാളിറ്റി എന്താണോ അത് മറ്റുള്ളവർക്കാർക്കും ഇല്ല, മറ്റൊരു നേതാക്കന്മാർക്കില്ലെന്ന് എനിക്ക് തോന്നണം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒപ്പീനിയൻസ് ഒന്നുമില്ല. ആര് ഭരിച്ചാലും നല്ലപോലെ ഭരിച്ചാൽ മതി. നമ്മുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസിന് ആരാ? സതീശനായിരിക്കുള്ളൂ. കാരണത്തിന് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഇതനുസരിച്ച് മാറ്റങ്ങൾ വരണം നല്ലതാണല്ലോ. ഇപ്പോൾ 2 വർഷം അടുപ്പിച്ചതാണല്ലോ, മാറ്റം എപ്പോഴും നല്ലതാണ്. അലിബനെ രമേശ് ചെന്നിത്തല അങ്ങനെ അവര് തീരുമാനിക്കണം, പാർട്ടി തീരുമാനിക്കണമല്ലോ, നമ്മളാരും അല്ല തീരുമാനിക്കണം. പിണറായി വിജയൻ തന്നെ വന്നാലും കുഴപ്പമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഫാൾട്ടൊന്നും കാണിച്ചിട്ടില്ല, എന്നാലും ജനങ്ങൾക്ക് ഇത്തിരി വിശ്വാസമൊക്കെ ഉണ്ട്. പുള്ളി തന്നെ വന്നോന്നുള്ള ആഗ്രഹം. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ വരാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം അദ്ദേഹം നല്ല രീതിയിലുള്ള മികച്ച പ്രവർത്തനം കേരളത്തിലും കാണാത്ത തന്നെ ഉള്ള ഒരു വികസനമാണ് അദ്ദേഹം ചെയ്തത്. ഇനി ആ വികസനം തുടർന്ന് പോകാനായിട്ട് വീണ്ടും സഖാവ് പിണറായി വിജയൻ തന്നെ വരണം എന്ന് തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്, ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനേകം നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ട് തന്നെ. പിണറായി വിജയൻ സഖാവ് തന്നെ വരണമെന്നാണ് ആഗ്രഹം. കാരണം നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഭവനമില്ലാത്തവർക്ക് ഭവനം വെക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് വരുമ്പോൾ LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഓട്ടോറിക്ഷക്കാരെന്ന നിലയ്ക്ക്. പിണറായി തന്നെ വരട്ടെ. ദേശാടൊപ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ, അത് മനസ്സിലാക്കണം. പിണറായി തന്നെ 3-ാം വട്ടം കൂടി വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം.
കാരണം ഭരണത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല. മറ്റത് പല മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടപെടൽ കൂടുതലാണ്. ഇവിടെ അതിനകത്ത് അതുണ്ടാവില്ല. അതിനൊരു വ്യത്യാസമല്ല. ഇപ്പോൾ ഇവിടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. മേയറെ തെരഞ്ഞെടുത്തത് തന്നെ മതപരമായ കാര്യങ്ങളിലൂടെയാണ്. അത് മറ്റേത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഒരു തിരിച്ചറിവല്ലേ. ഇവർ തന്നെ പോട്ടെ. മുഖ്യമന്ത്രിയായിട്ട് ആര് വന്നോന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം ഏത് പാർട്ടിക്കാരും വലിയ ഗുണമെന്നുള്ള പാർട്ടിക്കാരൊന്നുമല്ല. മനുഷ്യന് ജീവിക്കാനുള്ള നല്ല വഴികൾ സംഘടിപ്പിക്കുന്ന നല്ല പാർട്ടികൾ വരണമെന്ന് നമ്മുടെ ആവശ്യം. BJP നമുക്ക് കണ്ടല്ലേ, മറ്റേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ പ്രശ്നങ്ങളും. ഒരു സമാധാനോട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ശരിയാണോ തെറ്റാന്ന് തന്നെ അല്ല. ഞാൻ ശരിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എങ്കിലും ഒരു ചേഞ്ചിങ് ഇവിടെ വേണം. കാരണം സ്ഥിരമായിട്ട് ഒരു പാർട്ടിക്ക് തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ ഇനിയും വഷളാകും. കാരണം ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കയറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഉപയോഗിക്കുന്ന വെള്ളത്തിന് പോലും 120-150 രൂപ ഉണ്ടായിരുന്ന വെള്ളത്തിന് ഇപ്പോൾ 1000 കൊടുക്കുന്ന സിറ്റുവേഷനാണ് തന്നെ. അതെല്ലാവരും നന്നാക്കാൻ കടന്നു വരുന്നെന്ന് എല്ലാവരും പറയും. എല്ലാത്തിനും റേറ്റ് കൂടുതലല്ലേ. ഉമ്മൻചാണ്ടിനെ പോലത്തെ ഒരു മുഖ്യമന്ത്രി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത് അങ്ങനെ ഈ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനത്തെ ഒരാളുകളായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർ തന്നെ കുതികാലോട്ടല്ല, അങ്ങാട്ടും അടിയല്ലേ. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടൊരു എൻ്റെ കറക്റ്റായിട്ടുള്ള അഭിപ്രായം ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കറക്റ്റായിട്ടുള്ള അഭിപ്രായം കോൺഗ്രസും BJPയും കൂടി ജോയിൻ ചെയ്ത് ഇപ്രാവശ്യം ഭരിക്കുന്നതാണ്. ഒരു വനിതാ മുഖ്യമന്ത്രിനെ ആഗ്രഹിക്കുന്നുണ്ടോ? വനിതാ മുഖ്യമന്ത്രി നമ്മൾ ശൈലജ ടീച്ചറൊക്കെ നല്ലൊരു മുഖ്യമന്ത്രി ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരുവാണെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ്. വരുവാണെങ്കിൽ VD സതീശൻ തന്നെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം അനിവാര്യമാണല്ലോ. തുടർഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനം തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ ഇടയ്ക്ക് മാറ്റം അനിവാര്യമാണല്ലോ. അദ്ദേഹത്തിന് എന്ത് ഗുണമാണ് ചേട്ടനെ ആകർഷിച്ചത് VD സതീശൻ്റെ? പുള്ളി പൊതുവെ ജനകീയമായ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ, പുള്ളിയുടെ സംഭാഷണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പുള്ളി അവരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണല്ലോ. പിന്നെ ഏത് പാർട്ടി വന്നാലും ജനങ്ങൾ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതൊരു സത്യമായ കാര്യമാണ്. പിണറായി വേണ്ട. അതെന്താ? പിണറായിന് വേണ്ട. ഞങ്ങൾ പാവങ്ങൾക്ക് ഇപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ്. വീടില്ലാതെ 10 വർഷം ജനിച്ചപ്പോൾ തുടങ്ങി വീടില്ല. ഇപ്പോഴും വീടില്ല. ഒരു അനാഥാലയത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് നാളെ. വീടില്ല. ആര് ഭരിച്ചിട്ട് എന്തിനാ ഞങ്ങൾ വോട്ട് ചെയ്യും. ആരും ഇതുമില്ല ഞങ്ങൾക്ക്. ഞാൻ കോൺഗ്രസിൽ ആരെങ്കിലും നല്ലൊരാൾ പാവങ്ങളെ സേവിക്കുന്നതായിട്ടുള്ള ആൾ. കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ആരെയാ ചേച്ചി ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ട് വരാൻ? പിന്നെ ഉമ്മൻചാണ്ടിയുടെ മോനെയാണ് ഇഷ്ടം. ഉമ്മൻചാണ്ടിയുടെ മോനെയാണ് ഇഷ്ടം. ചാണ്ടി ഉമ്മനെ. ഉമ്മൻചാണ്ടിനെ പോലെ ഒരു മുഖ്യമന്ത്രിനെയാണ് ആഗ്രഹിക്കുന്നത്. ഉമ്മൻചാണ്ടി വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇതും അതേപോലെ ഒരു നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ കരുതുന്നതല്ല, അത് തന്നെയാണ്. പിണറായി 10 വർഷം ഇതായിട്ട് വലിയൊരു ഉപകാരമില്ലല്ലോ ഞങ്ങൾക്ക്. ഇനിയൊരു ഉപകാരമില്ല ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞ നാളെ ഞാൻ ആധാരത്തിലേക്ക് പോകണേന്ന്. VD സതീശൻ ഇപ്പം നമ്മൾ കണ്ടേക്കുന്ന ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവാണ്. വരുന്ന നെക്സ്റ്റ് ജനറേഷനിലുള്ള ആൾക്കാർക്കും നല്ല പ്രചോദനമായിരിക്കും. ഒരു VD സതീശൻ തന്നെ വരണം. അദ്ദേഹത്തിന്റെ ഏത് ക്വാളിറ്റിയാണ് ചേട്ടനെ ആകർഷിച്ചത്? ലീഡർഷിപ്പ്. പിന്നെ ഇപ്പോഴത്തെ ഭരണം അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അടുത്ത വർഷം കാണാം. ഇലക്ഷൻ വരുമ്പോൾ കാണാം ആര് ജയിക്കുന്ന. കോൺഗ്രസ് തിരിച്ചു വരുമോ? തിരിച്ചു ഉറപ്പായിട്ടും വരും. എത്ര സീറ്റ് കിട്ടും തോന്നുന്നത്? അത് 100-100 അബോ. ഒരു വനിതാ മുഖ്യമന്ത്രിനെ ആഗ്രഹിക്കുന്നുണ്ടോ? വനിതാ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ അത്രയും നല്ലത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ആര് വന്നാലും ഓക്കെയാണ്. തുടർഭരണമായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തുടർഭരണമായിരിക്കും. അപ്പൊ പിണറായി തന്നെ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചേച്ചിയുടെ ആഗ്രഹം എന്താ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. BJP എനിക്ക് അത്ര താല്പര്യമില്ലാത്ത. ഒരു വനിതാ മുഖ്യമന്ത്രിനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, ഉണ്ട്. ശൈലജ ടീച്ചർ കുഴപ്പമില്ല. എനിക്ക് നല്ലൊരു പ്രവർത്തകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി തന്നെ വരാൻ. ഭരണമാണ് നല്ല മനുഷ്യനാണ്. നല്ല നാടിന് വേണ്ടി പല ഉപകാരങ്ങളും ചെയ്യണം. പിണറായി തന്നെ പോരെ. പിണറായി കാരണം നമ്മുടെ പാർട്ടി അതല്ലേ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജയിക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടില്ലല്ലോ. നമ്മുടെ അന്നം ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഹസ്ബൻഡൊക്കെ അല്ലേ ഒടുങ്ങിയ ജോലി. അതുകൊണ്ട് പാർട്ടി വിട്ടൊരു കളിയില്ല. മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്ന് ആഗ്രഹം? പിണറായി വിജയൻ. നല്ല ഭരണമാണ്. ഭരണത്തിന് മോശമൊന്നുമില്ല. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ഇതുവരെയായിട്ട് വർഗീയ കലാപങ്ങളില്ല, മറ്റുള്ള പ്രശ്നങ്ങളില്ല. അതുകൊണ്ടാണ് പിണറായിയുടെ നല്ല ഭരണമാണ്. നല്ല ഭരണം. അദ്ദേഹത്തിന്റെ ഏത് പ്രവർത്തനമാണ്, ഏത് പദ്ധതിയാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ? ആശുപത്രി, വിദ്യാഭ്യാസം, അതേമാതിരി റോഡ് എല്ലാം നല്ല തന്നെ. പിന്നെ പെൻഷൻ എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നു. എല്ലാം നല്ല തന്നെ. അങ്ങനെ തുടർന്ന് കിട്ടാനാണ് ചാൻസ് കൂടുതൽ. കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ വർഗീയത, മറ്റുള്ള എന്തെങ്കിലും
ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ വോട്ട് മാറും, അല്ലെങ്കിൽ പിണറായി തന്നെ വരും. പിണറായി മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ വേറെ ആരെയാണ് ആ സ്ഥാനത്തേക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്? CPM തന്നെ ശൈലജ ടീച്ചർ ആകുമ്പോൾ കുറച്ച് കഴിവുള്ള വ്യക്തിയാണ്, പിന്നെ ഒരു ലേഡിയല്ലേ, ആദ്യമായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രിനെ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്ന് ആഗ്രഹം? എനിക്ക് പിണറായി വിജയൻ സാറാ. പിണറായി വിജയൻ. കാരണം എന്താ? നല്ല ഭരണമായിട്ട് എനിക്ക് തോന്നിയേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് പാർട്ടി വന്നാലും അതിൻ്റെതായ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് LDF വന്നിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്ന് ആഗ്രഹം? പിണറായി വിജയനായിട്ട് വരണമെന്ന് എൻ്റെ ആഗ്രഹം. 10 വർഷം എൻ്റെ അഭിപ്രായത്തിന് നല്ല ഭരണമാണ് ഞാൻ കണ്ടത്. കൊറോണയും പിന്നെ പ്രളയം എല്ലാം കൂടി പുള്ളി നല്ല രീതിയിൽ ഭരിച്ചു. പിന്നെ ഈ ഇടയ്ക്കാണ് കുറച്ച് ഉഴപ്പിയത്, എന്നാലും കുഴപ്പമില്ല. അടുത്ത തിരഞ്ഞെടുപ്പ് പുള്ളി വന്നവനാണ് എൻ്റെ താല്പര്യം. ഇപ്പൊ പിണറായി അല്ലാണ്ട് ഇപ്പൊ അടുത്ത തവണ തുടർഭരണം വരുവാണെങ്കിൽ ആരെയാ സജസ്റ്റ് ചെയ്യാ? ഷാഫി പറമ്പിലോ അങ്ങനെയൊക്കെ. ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ എതിര് പാർട്ടിയുടെ കോൺഗ്രസിന്റെ അങ്ങനെയൊക്കെ. കോൺഗ്രസിൽ നിന്ന് ഷാഫി പറമ്പിൽ. BJPക്ക് എങ്ങാനും കിട്ടുവാണെങ്കിലോ? ഇല്ല. ഇപ്പം CPM തന്നെ ആണെങ്കിലോ? ടീച്ചറോ അല്ല, നമ്മൾ ആര് വന്നാലും പ്രശ്നമൊന്നുമില്ല, നല്ലതാണ് ചെയ്യണേ. ആര് വന്നാലും ഒരു തർക്കമൊന്നുമില്ല, കുഴപ്പമില്ല. ഇപ്പം നടക്കാൻ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ഭരണം തന്നെ നല്ലത്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ ഭരണത്തിനെ പറ്റി ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, നല്ലതാ. പിണറായി തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുമോ? അതന്നെ. അപ്പൊ നമ്മൾ ജനങ്ങളുടെ ഇഷ്ടം അറിഞ്ഞു കഴിഞ്ഞു. പല അഭിപ്രായങ്ങൾ, പല പ്രതീക്ഷകൾ. നിങ്ങൾ ആരെയാണ് മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നത്? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ദിസ് ഈസ് ബീന ബെന്നി സൈനിങ് ഓഫ്.